അതൊക്കെ അവിടെ നിൽക്കട്ടെ. സംസ്ഥാന കമ്മിറ്റി ഞാൻ പറയട്ടെ ഷാനി, ഞാൻ പറയാമല്ലോ. എന്നോട് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പോലും കാണിക്കാത്ത വീഡിയോ, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പോലും ലഭ്യമല്ലാത്ത ഒരു വീഡിയോ മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുടെ മരുമകനും ഒക്കെ എങ്ങനെ കാണാൻ കഴിഞ്ഞു? എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. അവിടെ മുഖ്യമന്ത്രിയുടെ മകളും മരുമകനും മുഖ്യമന്ത്രിയുടെ മകളും കൂട്ടി പോയത് ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളെയും കൂട്ടി പോയത് ഒരു പക്ഷേ കേക്ക് മുഖ്യമന്ത്രിയുടെ മകളെയും കൂട്ടി പോയത് ഒരു പക്ഷേ അവിടെ മാസപ്പടിക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മാസപ്പടിക്കുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ മകളെയും കൊച്ചുമകനെയൊക്കെ കൂട്ടി പോയിട്ടുള്ളത്. എന്റെ ദൈവം ഇതെന്തേ വരച്ചു വെച്ചേക്കണത്? ചോദ്യം എന്താണ്? ഇവിടെ ചോദ്യം എന്താണ്? എന്റെ അവസരമാണല്ലോ അൽകുമാറെ. നീ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തി കാണിക്കല അൽകുമാറെ. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തി കാണിക്കല. ഞാൻ എന്റെ അവസരത്തിലാണ് സംസാരിക്കുന്നത്. അവിടെ മാസപ്പടി ഉണ്ടോ എന്ന് നോക്കാനാണോ മുഖ്യമന്ത്രിയുടെ മകൾ പോയത്? അവിടെ മാസപ്പടി കിട്ടുമെന്ന് നോക്കാനാണോ പോയത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. താങ്കളെ കാണിക്കാത്ത വിഴിഞ്ഞമാണോ താങ്കളുടെ മുഖ്യമന്ത്രിയുടെ മകൾ കൊച്ചുമോനോ കാണുന്നത്? എന്റെ ചോദ്യം, ഇവിടെ കരാറുമായി ബന്ധപ്പെട്ട് 6000 കോടിയുടെ അഴിമതി എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാ, പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോ ഇവിടെ മുഖ്യമന്ത്രി ഇപ്പൊ മകളെ കൊണ്ട് പോയിരിക്കുക. അവിടെ മാസപ്പടിക്ക് വല്ല വകുപ്പുണ്ടെങ്കിൽ കൃത്യം അക്കൗണ്ടിലേക്ക് വല്ല വരുമെങ്കിൽ നന്നായിരിക്കുമല്ലോ നോക്കാൻ പോയതാ. ബിസിനസ് കൂടി നടത്തുന്ന മുഖ്യമന്ത്രിയുടെ മകൾ ഇപ്പോൾ നിയമപരമായ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ. അത് സഹിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ശ്രീകുമാർ. താങ്കൾ സഹിക്കുന്നത് നന്നായിരിക്കും. താങ്കൾക്ക് സഹിക്കാൻ ഉള്ള എല്ലാ അവകാശവും ഉണ്ട്. അത് തൽക്കാലം സഹിക്കുക, തൽക്കാലം വേറെ മാർഗമില്ല എന്ന് ശ്രീ അനിൽകുമാർ പറഞ്ഞത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. പ്രായം ഈ രൂപത്തിന് മാത്രമേ ഉള്ളൂ, മനസ്സ് വളരെ ചെറുപ്പം.